ഹലോ ചങ്ങായിമാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്യാബേജ് തോരനാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. വെൽക്കം ടു മൈ ചാനൽ ദ കുക്കിംഗ് ടേസ്റ്റ് വിത്ത് സ്റ്റീഫൻ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ക്യാബേജാണ്. ക്യാബേജ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നല്ലവണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മളിത് കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ കൊത്തിയെടുത്തതാണ്. അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കുള്ളൂ. നമ്മൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചോപ്പറിലിട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനത്ര ടേസ്റ്റ് കിട്ടില്ല. പകരം ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പിന്നീട് നമുക്ക് വേണ്ടത് സവാളയാണ്. നമ്മളിവിടെ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ വേണം. പിന്നീട് വേണ്ടത് വെളുത്തുള്ളിയാണ്. അത് നമ്മളൊരു 4-5 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ നമ്മുടെ തോരൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങാപ്പീര, അത് നമ്മൾ ഒരു ചെറിയൊരു തേങ്ങ ചെറിയതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പില അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതല്ല കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിനകത്ത് മുളക് പൊടിയോ അങ്ങനെ ഇതൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ഇടാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ആ പച്ചമുളകിൻ്റെ എരിവ് ഇതിനകത്തോട്ട് ഇറങ്ങിക്കോളും. ഇനി നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊരു ഓപ്ഷണലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങളോട് ഇത് പറയാൻ വേണ്ടി ഓർത്തത്. അതുകൊണ്ട് ഞാനിപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടി വേണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലവണ്ണം ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. നമ്മളിത് വേവിക്കുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചേക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകും നല്ലവണ്ണം പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 2 വറ്റൽമുളക്, അതായത് ഉണക്കമുളക്, അത് നമുക്ക് നടുവേ കീറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കൂട്ടി വെച്ച് മൂടി വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിവിടെ ക്യാബേജ് വേവിക്കുമ്പോഴത്തേക്കും നമ്മളിടയ്ക്ക് മൂടി മാറ്റി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളിതിൽ വേറെ വെള്ളമോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് മൂടി വെച്ച് നല്ലവണ്ണം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാബേജൊക്കെ അത്യാവശ്യം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് പോരെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്നുകൂടി മൂടി വെച്ച് ചെറുതായിട്ട് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ. നമ്മുടെ ക്യാബേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്യാബേജൊക്കെ ഇപ്പോൾ നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കൂട്ടി വെച്ച് നമുക്ക് മൂടി വെച്ച് അടപ്പ് ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.